ഒസാമ ബിൻ ലാദന്റെ പേരിൽ ചില ജീവിതങ്ങൾ പച്ചപിടിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒരു ശ്രമമാണ് ഇപ്പോൾ UK-യിൽ നടക്കുന്നത്. അൽ ഖ്വയ്ദ ഭീകരൻ ഒസാമ ബിൻ ലാദന്റെ ചിത്രവും പേരും വെച്ച് ഒരു ബിയർ, പേര് ഒസാമ ബിൻ ലാജർ. ഇതുകൊണ്ട് ആളുകളുടെ ജീവിതം പച്ചപിടിക്കുന്നത് എങ്ങനെയെന്ന് പറയാം. ഒസാമ ബിൻ ലാജർ ബിയർ വിറ്റുകിട്ടുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തീവ്രവാദി ആക്രമണത്തിലെ ഇരകൾക്ക് നൽകും. അങ്ങനെയാണ് തീരുമാനം. അടിപൊളിയല്ലേ? ആഘോഷം ഏതായാലും ഒന്ന് ഫിറ്റായി ചില്ലാവണം എന്ന രീതിയിലേക്കാണ് പലരും മാറിയിരിക്കുന്നത്. നമ്മുടെ മലയാളികളും വ്യത്യസ്തരല്ല. ദിവസം തോറും മദ്യ ഉപഭോഗം വർദ്ധിക്കുന്നത് തന്നെ മലയാളികൾ കുടിയന്മാരാവുന്നു എന്ന കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ഇത് മലയാളികളുടെ കാര്യം. എന്നാൽ മദ്യത്തിന്റെ കാര്യം വരുമ്പോൾ അവിടെ മലയാളിയില്ല, തൊഴിലാളിയില്ല, വിദേശി, അങ്ങനെ ഒന്നുമില്ല. ലഹരി എന്നും മനുഷ്യന് ഒരുപോലെ തന്നെയാണെന്ന് തെളിയിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ ബിയർ വാർത്ത. ലുക്ക് മിച്ചൽ, കാതറിൻ മിച്ചൽ, 2 പേരാണ്. ഇവർ ദമ്പതികളാണ്. ഇവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് മിച്ചൽ ബ്രൂയിംഗോ. ബിയർ കുപ്പിയുടെ ചിത്രം കഴിഞ്ഞ ദിവസമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അപ്പോൾ മുതൽ ആയിരങ്ങളാണ് ഫോണിലൂടെ മെസ്സേജിലൂടെ ഒക്കെ ഇവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 48 മണിക്കൂറുകളായി തങ്ങൾ മുഴുവനായും ബിസിയാണെന്നാണ് ഇപ്പോൾ ദമ്പതികൾ പറയുന്നത്. ഒസാമ ബിൻ ലാജർ എന്ന് പേരിട്ട ബിയർ UK-യിൽ അതിവേഗം വിറ്റുതീരുന്നു. ബിയർ കുപ്പിക്ക് പുറത്ത് 2011 അമേരിക്ക കൊലപ്പെടുത്തിയ അൽ ഖ്വയ്ദ ഭീകരൻ ഒസാമ ബിൻ ലാദന്റെ ചിത്രവും പേരും ഉണ്ട്. അങ്ങനെയാണ് പ്രോഡക്റ്റ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. പ്രോഡക്റ്റും പേരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോടെ ബിയർ അങ്ങ് വൈറലായി. ഒസാമ ബിൻ ലാജർ. ഇത് സ്ഫോടനാത്മകമാണ് എന്നതാണ് ബ്രൂവറിയുടെ പരസ്യവാചകം. അതിശയകരമായ ബ്രാൻഡ് പേരിൽ ലഹരി പാനീയങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ലിങ്കൺ ഷെയർലെ ബ്രൂവറി. കിം ജോഗ് ആലെ, പുടിൻ പോർട്ടർ എന്നിവ ബ്രൂവറിയുടെ മറ്റു ബിയർ ബ്രാൻഡ്സ് ആണ്. ഇതും UK-യിലെ ജനപ്രിയ ബിയർ ബ്രാൻഡാണ്. ബിയറിന്റെ പേരും കുപ്പിക്ക് പുറത്തെ കാരിക്കേച്ചറും ഒക്കെ കാണുമ്പോൾ ആളുകൾ തലതല്ലിച്ചിരിക്കുകയാണ് എന്നാണ് ഉടമസ്ഥരായ ഈ ദമ്പതികളുടെ വാക്കുകൾ. സിട്രസിന്റെ രുചി, മണം ഒക്കെയുള്ള ബിയർ വാങ്ങുന്നതിന് വലിയ തിരക്കാണ് അത്ര അനുഭവപ്പെട്ടിരുന്നത്. തിരക്ക് 10 മടങ്ങ് കൂടിയതോടെ സ്ഥാപനത്തിന്റെ സഹപ്രാപകരായ ലുക്കും കാതറിൻ മിഷേലും ഫോണുകൾ ഓഫാക്കി വെച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആയിരക്കണക്കിന് നോട്ടിഫിക്കേഷനുകളാണ് ഫോണിൽ കാണുന്നത് എന്നാണ് മിഷേൽ പറയുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറെ ഫോൺ താഴെ വയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നും അവർ പറയുന്നതിനെല്ലാം കാരണം ഒസാമ ബിൻ ലാജർ. ആവശ്യക്കാരേറി വന്നതോടെ മിച്ചൽ ബ്രൂയിംഗോ എന്ന കമ്പനിക്ക് വെബ്സൈറ്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു എന്നും വിവരമുണ്ട്. കമ്പനി ജീവനക്കാരെല്ലാം ഫോൺ കോളുകളുടെ അതിപ്രസരം കാരണം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഒസാമ ബിൻ ലാജർ ബിയർ വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്നും ഒരു പങ്ക് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തീവ്രവാദി ആക്രമണത്തിലെ ഇരകൾക്ക് നൽകുമെന്നും ദമ്പതികൾ കൂട്ടിച്ചേർക്കുന്നു. ലോകത്തിന് ഉപദ്രവം മാത്രം നൽകിയൊരു ഭീകരന്റെ പേര് കാരണം കുറച്ചുപേരുടെ ജീവിതം പച്ചപിടിക്കുമെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് പലരും ഇതിനെ പ്രതികരിക്കുന്നത്. ബിൻ ലാദന്റെ മാത്രമല്ല, ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ പേരിലുള്ള കിം ജോങ് അലെ, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ പേരിലുള്ള പുടിൻ പോർട്ടർ തുടങ്ങിയ മദ്യങ്ങളും നേരത്തെ ഇവർ പുറത്തിറക്കിയിരുന്നു. എന്തായാലും ഒരു ഭീകരനെ ഇത്രയധികം ആഘോഷമാക്കാൻ ഒരു മദ്യം തന്നെ വേണ്ടി വന്നുവെങ്കിലും അതിന്റെ പിന്നിൽ വരാൻ പോകുന്ന സത്പ്രവൃത്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം നല്ലതിന് എന്ന് തന്നെ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമാനസ്.